വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ നമ്മുടെ CCയിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ CCയിൽ ഇപ്പോ ബിഗ് ഡേയ്സ് ആണ്. അപ്പൊ എന്താണ് ഈ ബിഗ് ഡേയ്സ്? നിങ്ങൾ പലപ്പോഴായിട്ട് യൂട്യൂബിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ബിഗ് ഡേയ്സിന്റെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണെന്ന് ഇപ്പോഴും അറിയാത്ത ആൾക്കാർ ഉണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്ത് 2016 അപ്പൊ ഈ 2026 എന്ന് പറയുമ്പോൾ 10 വർഷത്തിലേക്കാണ് കടക്കുന്നത്. 2026 10 വർഷമായി. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ CCയിലുള്ള എല്ലാ കോഴ്സിനും നമ്മുടെ CCയിലുള്ള എല്ലാ കോഴ്സും നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഈ ബിഗ് ഡേയ്സ് എന്ന് പറയുന്നത്. ബിഗ് ഡേയ്സ്. അപ്പൊ CCന്റെ ബിഗ് ഡേയ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആക്ച്വലി നമ്മുടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏതൊരു മത്സര പരീക്ഷ ആയിക്കോട്ടെ, ആ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആക്ച്വലി ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, ഒരു നല്ലൊരു അവസരമാണ് അല്ലെ? അപ്പൊ ഈ അവസരം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 9746455514 എന്ന ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ സെറ്റിന്റെ കഴിഞ്ഞ എക്സാം കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നുകൂടെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആവശ്യമുണ്ടെന്നുള്ളത്. കാരണം പലവരും ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആണ്. നമ്മൾ സെറ്റിന്റെ സിലബസ് അനുസരിച്ച് ഇങ്ങനെ പഠിച്ചു പോയി, പക്ഷെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് കുറച്ച് മാർക്കിനോ ഇപ്പൊ പ്രൊവിഷണൽ ആൻസറൊക്കെ വന്നല്ലോ, അപ്പൊ ആ ആൻസർക്ക് നോക്കിയ സമയത്ത് കുറച്ച് മാർക്കിന്, ചിലപ്പോൾ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ആയിരിക്കും സെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പേപ്പർ ഉണ്ടാവും, സബ്ജക്ട് പേപ്പർ ഉണ്ടാവും, അഗ്രിഗേറ്റ് ആയിരിക്കും അവിടെ പോയിട്ടുണ്ടാവുക. അങ്ങനെ പല രീതിയിൽ ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നെറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നെറ്റിന്റെ ലെവലിൽ, അതായത് ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുവാണെന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയില് സെറ്റ് ജനറൽ പേപ്പർ ടൈം ടേബിൾ ആണ്. അതായത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ വേണം അല്ലെ? കൃത്യമായിട്ട് നമുക്കൊരു ടൈം ടേബിൾ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് സിലബസിനെല്ലാം നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ദിവസവും ഇന്നന്റെ കാര്യങ്ങൾ, ആ ഓരോ ദിവസത്തിൽ തന്നെ സബ്ജക്ട് പേപ്പറും ഉൾപ്പെടുത്തണം, അതേപോലെ തന്നെ ജനറൽ പേപ്പറും ഉൾപ്പെടുത്തണം. കാരണം നമുക്കറിയാലോ, നമുക്ക് ജനറൽ പേപ്പറിലും സബ്ജക്ട് പേപ്പറിലും സെപ്പറേറ്റ് മാർക്ക് പാസ്സാവാനായിട്ട് വേണം. ഇനി അത് രണ്ടിന്റെയും കൂടെ അഗ്രിഗേറ്റും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും നമ്മളിപ്പോ 40% നമുക്ക് വേണമെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടും 40% വാങ്ങിച്ചത് കൊണ്ട് മാത്രം പോരാ, നമുക്ക് അഗ്രിഗേറ്റും കൂടെ ഒരു സർട്ടൻ പെർസെന്റേജ്, അതായത് ജനറൽ പേപ്പറിന് വേറെയാണ്, നമ്മുടെ OBCക്ക് വേറെയാണ്, ദെൻ റിസർവേഷൻ ഉള്ളവർക്ക്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ട് ഉള്ളവർക്ക് വേറെ പാസ് പെർസെന്റേജ് ആണ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ സർട്ടൻ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറിനും മാർക്ക് വേണം. അതിന് പുറമേ തന്നെ നമ്മുടെ അഗ്രിഗേറ്റും കൂടെ നിങ്ങൾ ആ ഒരു മാർക്കിലോട്ടും കൂടെ എത്തണം എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ CCയില് നമ്മൾ 120 ഡേയ്സിന്റെ ടൈം ടേബിൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 120 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ്. ആ 120 ഡേയ്സിന്റെ ടൈം ടേബിൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഈ 120 ഡേയ്സിന്റെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് സിലബസ് മാത്രമല്ല, അതായത് സിലബസ് മാത്രം കവർ ചെയ്യുന്ന രീതിയിലല്ല ഈ 120 ഡേയ്സിന്റെ ടൈം ടേബിൾ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നോക്കിക്കേ, ഒന്നാമത്തെ ഡേയിൽ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ ഫിലോസഫി, നമ്മുടെ ജനറൽ പേപ്പറുടെ ടൈം ടേബിൾ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അതില് എഡ്യൂക്കേഷണൽ ഫിലോസഫി, അതിന്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ, അതിന്റെ കൂടെ തന്നെ എക്കണോമിക്സ് വരുന്നുണ്ട്, ദെൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, കേരള റിവോൾട്ട് 1 വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഡേ 1 വരുന്നുണ്ട്. ഇനി ഡേ 2 വരുന്ന സമയത്ത് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, എക്കണോമിക്സിന്റെ തന്നെ ബാക്കി പാർട്ട്, ലിറ്ററേച്ചറിന്റെ ബാക്കി പാർട്ട്, കേരള റിവോൾട്ട് 2. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് കവർ ചെയ്ത് പോകുന്നത്. ആദ്യത്തെ ദിവസം അത് പഠിച്ചു, രണ്ടാമത്തെ ദിവസം അത് പഠിച്ചു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലൈവ് സെഷൻസും കൂടെ വെക്കുന്നുണ്ട്. അതായത് ഇതാദ്യം അവരോട് പഠിക്കാൻ പറയുന്നു. പഠിക്കേണ്ട കാര്യം നമ്മുടെ ആപ്പിൽ റെക്കോർഡർ ക്ലാസ് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നമുക്ക് പഠിക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലൈവ് സെഷൻസും കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ ലൈവ് സെഷൻസിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അത് പക്കയായില്ലേ, അതവിടെ നല്ലോണം ക്ലിയർ ആയി. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം നമ്മൾ റിവിഷനും കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ 7ാമത്തെ ദിവസം റിവിഷൻ എന്ന് പറയുമ്പോൾ ഈ 7 ദിവസം പഠിച്ച കാര്യങ്ങൾ കണ്ടോ, എന്തൊക്കെ ഉണ്ട് നോക്കിക്കേ. ജൈനിസം ആൻഡ് ഇസ്ലാമിക് തോട്ട്, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, മേജർ ആർട്ട് ഫോംസ് ഇൻ ഇന്ത്യ കവർ ചെയ്യുന്നുണ്ട്, കേരള റിവോൾട്ട് 4, അതായത് അവിടെ 3 കവർ ചെയ്തു ഓൾറെഡി,
ദെൻ ഐഡിയലിസം, ബാങ്ക്സ്, ആർട്ട് ഡാൻസ് പാർട്ട് 1, ദെൻ കേരള റിവോൾട്ട് 5. അതൊരു 5 എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിനനുസരിച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നാച്ചുറലിസം, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടോ ഇത്രയും കവർ ചെയ്തിട്ടാണ് 7ാമത്തെ ദിവസം റിവിഷൻ. അപ്പൊ ആ റിവിഷൻ കഴിഞ്ഞാൽ റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. ദെൻ റിവിഷൻ ടെസ്റ്റിന്റെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിക് ആയിട്ട് തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. കാരണം അങ്ങനെ ഇടുന്ന സമയത്താണ് ഓരോരുത്തർക്കും എനിക്ക് മാർക്ക് കുറവാണ്, അപ്പൊ എനിക്ക് അടുത്ത എക്സാമിൽ എനിക്ക് കുറച്ചുകൂടെ മാർക്ക് മേടിക്കണം എന്നൊരു തോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്, നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴാണ്. ദെൻ ഓരോ കുട്ടികളെയും ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പേഴ്സണൽ മെന്റർഷിപ്പും കൂടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും അടിപൊളിയായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ കോഴ്സും പോകുന്നത്. അപ്പൊ ആക്ച്വലി അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ കണ്ടോ 120 ഡേയ്സ്, 120 ഡേയ്സിന്റെ ഇവിടെ 190 ആണ്, 120 കൂടെ ഉണ്ട്. അപ്പൊ 120 ഡേയ്സ് വരെയുള്ള ടൈം ടേബിൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, 120 ഡേയ്സ് വരെ ഉള്ളത്. അപ്പൊ ലാസ്റ്റിലോട്ടൊക്കെ അടുക്കുമ്പോൾ കണ്ടോ യൂണിറ്റ് 1 ആണ് ഒരു ദിവസം ഫുള്ളി റിവിഷൻ ചെയ്യുന്നത്, ആൻഡ് യൂണിറ്റ് 2 ആണ് ഒരു ദിവസം ഫുള്ളി റിവിഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ നമ്മൾ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഏറ്റവും, അതായത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ആവുമ്പോഴേക്കും, അതായത് 120 ഡേയ്സിലോട്ട് അടുക്കുമ്പോഴേക്കും ഓരോ യൂണിറ്റിൽ നിന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് ഇത് മതി, നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഇത് മതി എന്നുള്ളത് സീസിന്റെ ഉറപ്പാണ്. അപ്പൊ അതിന്റെ തെളിവാണ്, അപ്പൊ നിങ്ങൾക്ക് തെളിവ് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ തെളിവാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് എന്ന് പറഞ്ഞത്. നമ്മുടെ സീസിന്റെ സെറ്റ് എക്സാമിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് അതിന് തെളിവാണ്. ഓക്കെ, സെറ്റ് ജൂലൈ 2025 റിസൾട്ട് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത്രയും പേർക്ക് സെറ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിലാണ് അവർ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ തരുന്നതിനനുസരിച്ച് ഈ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് റെക്കോർഡ് ക്ലാസ്സും അതുപോലെ ലൈവ് സെഷൻസും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റും പേഴ്സണൽ മെന്റർഷിപ്പും എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇത്രയും റിസൾട്ട് ആണ് ഉള്ളത്. ഇത് ആക്ച്വലി ഇതിപ്പോ ഏറ്റവും എല്ലാം ഒന്ന് കൗണ്ട് ചെയ്തിട്ടല്ല, പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൗണ്ട് ചെയ്യുന്നതിന് മുൻപ്, അതായത് ഫുള്ളി കൗണ്ട് ചെയ്ത് കഴിയുന്നതിന് മുൻപ് ഇറക്കിയ ഒരു പോസ്റ്ററാണ്. അപ്പൊ ആക്ച്വലി ഇതിനേക്കാൾ ഒരുപാട് തന്നെ റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കും എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ നെറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അടക്കം നമ്മുടെ എക്സാമിന് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പല രീതിയിലും നമ്മുടെ സ്ട്രാറ്റജിയും എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ പഠിപ്പിക്കുന്നതിൽ നിന്നും ഓരോ വർഷം കഴിയും തോറും അപ്ഡേറ്റഡ് ആയിട്ടാണ് ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത്. ആൻഡ് സ്ട്രാറ്റജിയിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ടന്റിലാണെങ്കിലും എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു അവസരം, അതായത് ബിഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം ഏറ്റവും ബെസ്റ്റ് ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ CCയിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എക്സ്ട്രാ ആയിട്ട് എന്ത് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റും കൂടെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കൂടെ കമന്റ് ചെയ്യാം. താഴെ നമ്മുടെ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ വാട്സപ്പിന്റെ ഫ്രീ ഗ്രൂപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സും അതിലിടുന്നതാണ്. അപ്പൊ എന്തെങ്കിലും കിട്ടണം, നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ, ഫ്രീ ഗ്രൂപ്പാണ്, ആ ഫ്രീ ഗ്രൂപ്പിലും കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്കും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ല ഡിസിഷൻ എടുക്കാൻ സാധിക്കട്ടെ എന്നുകൂടെ ഞാൻ ആശംസിക്കുകയാണ്. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.